ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു എരിമീൻ കറി വെച്ചാലോ. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെച്ചിട്ടില്ല ഇടിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് മൂന്നും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കിയ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുടപ്പുളിയാണ് ഞാൻ എടുത്തേക്കണത്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. കുടപ്പുളിവെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക. പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഏരിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, ചെറിയ ഏരിയാണ്. നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരി താത്തിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, മീനും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തള നിന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയുടെ പാല് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. തളയൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കറി കൂടാണ്ട് ഇന്ന് നമുക്ക് സോയാ ചങ്ക്, തക്കാളിയും തേങ്ങാക്കൊത്തും ഇട്ട് വെച്ചതാണത്. ബീറ്റ്റൂട്ട് തോരൻ, നെല്ലിക്ക ചമ്മന്തി അരച്ചത്. ഇത്രയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണക്കറികൾ. നിങ്ങളുടെ എല്ലാവരും ഉച്ചഭക്ഷണക്കറികളൊക്കെ റെഡിയായാ?